ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പോയം അപ്രീസിയേഷൻ 8 മാർക്കിന്റെ ചോദ്യമാണ്. ഉഡായിപ്പിലൂടെ നമുക്ക് ഈ 8 മാർക്കും സ്വന്തമാക്കാം. അതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഫോർമാറ്റ് ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു പോയത്തിൻ്റെ അപ്രീസിയേഷൻ ചെയ്യാൻ കഴിയും. ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയാൽ നമുക്ക് തീർച്ചയായിട്ടും 8 മാർക്ക് നേടാനും സാധിക്കും. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി നമുക്കൊരു അപ്രീസിയേഷൻ ചെയ്യാൻ. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഹെഡിങ് എഴുതാം, അപ്രീസിയേഷൻ ഓഫ് ദ പോയം. അവിടെ ആ പോയത്തിൻ്റെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത്. ടൈറ്റിൽ ആദ്യം കൊടുക്കുക, അപ്രീസിയേഷൻ ഓഫ് ദ പോയം എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന കവിതയുടെ ഹെഡിങ് അവിടെ കൊടുക്കുക. നമുക്കൊരു 5 പാരഗ്രാഫാണ് 8 മാർക്കിന് ചെയ്യേണ്ടത്. 8 മാർക്കിൻ്റെ അപ്രീസിയേഷൻ ചോദിക്കും. ആ അപ്രീസിയേഷന് നമുക്ക് 5 പാരഗ്രാഫാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ പാരഗ്രാഫിലും ഓരോ കണ്ടന്റ് വരുന്നുണ്ട്. അപ്രകാരം തന്നെയാണ് ഈ ഫോർമാറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഷുവറായിട്ട് മാർക്ക് നേടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതും വളരെ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഷുവറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ 8 മാർക്ക് നേടാനും പറ്റും. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത്, ഫസ്റ്റ് പാരഗ്രാഫിൽ ദ പോയം ഡാഷ് ബൈ ഡാഷ് എന്നിട്ടുണ്ട്. 2 ഡാഷാണ് അവിടെ ഇട്ടിരിക്കുന്നത് അല്ലേ, 2 ബ്ലാങ്ക് ഉണ്ട്. അപ്പോൾ ദ പോയം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ പോയത്തിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്, ടൈറ്റിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇൻവേർട്ടഡ് കോമ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻവേർട്ട് കോമയിലാണ് കവിതയുടെ പേര് എഴുതേണ്ടത്. ബൈ, അത് കഴിഞ്ഞിട്ട് ബൈ, ആര് എഴുതി എന്നുള്ളതാണ് ബൈ എന്നുള്ളിടത്ത് കൊടുക്കേണ്ടത്. കവിയുടെ പേരാണ്. ഇനി ചിലപ്പോൾ കവിയുടെ പേര് തന്നിട്ടുണ്ടാവില്ല. ചില കവിതകൾക്ക് അങ്ങനെ പേരുണ്ടാവില്ല. ആരാ പോയിറ്റ് എഴുതിയത് എന്നുള്ള പോയിറ്റിന്റെ പേര് തരാത്തപ്പോൾ നമ്മൾ എന്ത് എഴുതും, അൺനോൺ പോയിറ്റ് എന്ന് എഴുതുക. അൺനോൺ പോയിറ്റ്, അറിയാത്തൊരു കവി, അതായത് പേരറിയാത്തൊരു കവിയാണ്. അപ്പോൾ ദ പോയം എന്ന് പറഞ്ഞ് പോയത്തിന്റെ പേര് എഴുതി, ബൈ എന്ന് പറഞ്ഞ് പോയിറ്റിന്റെ പേര് എഴുതി. എ സിമ്പിൾ യെറ്റ് പവർഫുൾ പോയം ദാറ്റ് കൺവേ ഡീപ്പ് ആൻഡ് മീനിങ് മെസ്സേജ്. വളരെ ആഴത്തിലുള്ള അർത്ഥം നൽകുന്ന അല്ലേ, എന്നാൽ ലളിതവും അതേസമയം കരുത്താർന്ന ഒരു കവിതയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് ദ പോയറ്റ് എഫക്റ്റീവ്ലി പ്രസന്റ്. ഈ പോയറ്റ് വളരെ എഫക്റ്റീവായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്ത് പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ എഴുതണം. അതുകൊണ്ട് ബ്രാക്കറ്റ് പറഞ്ഞിട്ടുള്ളത് ഈ പോയത്തിന്റെ തീമാണ് നമുക്ക് അവിടെ എഴുതേണ്ടത്. ആ കവിതയുടെ പേരിൽ നിന്ന് തന്നെ ഒരു പക്ഷെ നമുക്ക് അതിൻ്റെ തീം എന്താ കിട്ടും, എന്താ സബ്ജക്റ്റ് എന്നുള്ളത്. ചിലപ്പോൾ നേച്ചറിനെ കുറിച്ചായിരിക്കും, ചിലപ്പോൾ ലവിനെ കുറിച്ചായിരിക്കും, പാട്രിയോട്ടിസം ആയിരിക്കും, ദേശഭക്തിയെ കുറിച്ചായിരിക്കും, ഹ്യൂമൻ ഇമോഷനെ കുറിച്ചായിരിക്കും, സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചായിരിക്കും, ഡെത്തിനെ കുറിച്ചായിരിക്കും, ചിലപ്പോൾ മൊറാലിറ്റിയെ കുറിച്ചായിരിക്കും അല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ആ തീം എന്താണെന്ന് അവിടെ എഴുതുക. മേക്കിംഗ് ഇറ്റ് റെലവെന്റ് ഇൻ ടുഡേയ്സ് വേൾഡ്. ഇന്നത്തെ ലോകത്ത് അത് വളരെ റെലവെന്റ് ആണ്, അനുയോജ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫ് കഴിഞ്ഞു. അതിൽ പോയം, പോയറ്റ്, തീമും ഒക്കെ നമ്മൾ എഴുതി. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് വരാം. ദ പോയം കൺസിസ്റ്റ് ഓഫ് ഡാഷ് സ്റ്റാൻസാസ് ആൻഡ് ഡാഷ് ലൈൻസ് എന്ന തന്ന കവിതയ്ക്ക് എത്ര സ്റ്റാൻസ ഉണ്ട്, എത്ര സ്റ്റാൻസുകൾ എന്ന് പറഞ്ഞാൽ പാരഗ്രാഫുകളെ പോലെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ചിലപ്പോൾ ഒന്നിച്ചൊറ്റ പാരഗ്രാഫ്, അപ്പോൾ സിംഗിൾ സ്റ്റാൻസ എന്ന് പറയാം, അല്ലെങ്കിൽ 2 സ്റ്റാൻസ, 3 സ്റ്റാൻസ ഒക്കെ ആയിരിക്കും. അപ്പോൾ എത്ര സ്റ്റാൻസ ഉണ്ടെന്ന് എഴുതുക. ആൻഡ് ഡാഷ് ലൈൻസ്, എത്ര ലൈനിലാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ സ്റ്റൈലാണ് നമുക്കിവിടെ എഴുതേണ്ടത്. അപ്പോൾ സ്റ്റാൻസ് എഴുതി ലൈനിൻ്റെ നമ്പർ എഴുതാം. 40 ലൈൻ, 15 ലൈൻ ഒക്കെ ഉണ്ടാവും. ദ സ്ട്രക്ചർ ഓഫ് ദ പോയം എൻഹാൻസസ് ഇറ്റ് റിതം ആൻഡ് മ്യൂസിക്കൽ ക്വാളിറ്റി, making it appeal to the readers. The poet uses a unique style of writing, captures essence of the theme beautifully. അപ്പോൾ ഈ പോയത്തിൻ്റെ സ്ട്രക്ചറിൽ റിതവും മ്യൂസിക് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അത് കവിതയുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്, റീഡേഴ്സിനെ പ്രചോദിപ്പിക്കുന്നതാണ്, അട്രാക്ട് ചെയ്യുന്നതാണ്. വളരെ യുണീക്കായിട്ടുള്ള സ്റ്റൈൽ, റൈറ്റിംഗ് സ്റ്റൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ എഴുതി. അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ കവിതയുടെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ എഴുതി. ഇനി മൂന്നാമത്തെ പാരഗ്രാഫ് എഴുതാം. Some of the lines that have captured my attention are. എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ വരികൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരി എടുത്ത് എഴുതണം. നമുക്ക് ആ കവിതയിൽ നിന്ന് മനോഹരം എന്ന് തോന്നിയ ഒരു 4 വരി താഴോട്ട് എടുത്ത് എഴുതുക. അപ്പോൾ വരി എഴുതുമ്പോൾ ഇൻവേർട്ടഡ് കോമയിൽ വേണം എഴുതാൻ. അപ്പോൾ ഡബിൾ ഇൻവേർട്ടഡ് കോമ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു 4 വരി എടുത്ത് എഴുതി. ദീസ് ലൈൻസ് സ്റ്റാൻഡ് ഔട്ട്. ഈ വരികൾ വളരെ സവിശേഷമാണ്. ബിക്കോസ്, കാരണം. ഈ വരികളിൽ എന്തുണ്ട് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ്? ദേ എക്സ്പ്രസ് ഡീപ്പ് ഇമോഷൻ എന്ന് വേണമെങ്കിൽ എഴുതാം.
അല്ലെ, ബ്രാക്കറ്റ് കൊടുത്തതുപോലെ ഏതെങ്കിലും ഒന്ന് എടുത്ത് എഴുതാം. ഡീപ്പ് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, സ്ട്രൈക്കിംഗ് മെറ്റഫർ അല്ലെങ്കിൽ വളരെ സ്ട്രൈക്ക് ചെയ്യുന്ന തരത്തിലുള്ള മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ദേ റെപ്രസെന്റ് യൂണിവേഴ്സൽ ട്രൂത്ത്, അല്ലെ പ്രാപഞ്ചികമായ ലോക സത്യത്തെ സൂചിപ്പിക്കുന്ന വരികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ബ്രാക്കറ്റിൽ എന്തെങ്കിലും ഒന്ന് എടുത്ത് എഴുതിയാൽ മതി. അങ്ങനെ അപ്പോൾ നമ്മൾ ആ വരിയുടെ പ്രത്യേകതയും വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്വാളിറ്റിയുടെയും അല്ലെങ്കിൽ ടൂൾസിനെയും പോയിട്രി ഡിവൈസിനെയൊക്കെ നമ്മൾ അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ 3 പാരഗ്രാഫ് കഴിഞ്ഞു. ഇനി 4ാമത്തെ പാരഗ്രാഫിലേക്ക് കിടക്കുകയാണ്. ദ പോയം ഷെയർ സിമിലാരിറ്റീസ് ഇൻ ടോൺ ആൻഡ് തീം വിത്ത് ദ പോയം. ഈ കവിതയുടെ തീമിലും ടോണിലും അതിൻ്റെ ഭാവത്തിലും അതിൻ്റെ തീമിലും ഒക്കെ എന്തുണ്ട്, സിമിലാരിറ്റിൻ്റെ സാദൃശ്യമുണ്ട്. ഏത് കവിതയുമായിട്ടാണ് സാദൃശ്യം എന്ന് എഴുതേണ്ടത്. അപ്പോൾ അവിടെ ഇൻവേർട്ട് കോമയിൽ ഒരു ഡാഷ് ഇട്ടിട്ടുണ്ട് അല്ലേ. അവിടെ നമ്മൾ എഴുതേണ്ടത് നമ്മൾ പഠിച്ച കവിതയുടെ പേരാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ 5 കവിതകൾ പഠിക്കുന്നില്ലേ? ഈഫ് പഠിക്കുന്നുണ്ട്, ഡെത്ത് ദ ലെവലർ പഠിക്കുന്നുണ്ട്, സൺറൈസ് ഓൺ ദ ഹിൽസ് പഠിക്കുന്നുണ്ട്, റെക്ക് ഓഫ് ദ ടൈറ്റാനിക് പഠിക്കുന്നുണ്ട്, സ്ലീപ്പ് എന്ന് പറയുന്ന കവിത പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് കവിതയുമായിട്ടാണ് ഈ കവിതയ്ക്ക് ബന്ധം എന്ന് നോക്കുക. പലപ്പോഴും നമ്മൾ പഠിച്ച കവിതയിലെ തീമുമായി ബന്ധപ്പെട്ടുള്ള ഒരു കവിതയെ നമുക്ക് എഴുതാൻ വരുള്ളൂ, അങ്ങനെ 100% വന്നിട്ടുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ പഠിച്ച ഏത് കവിതയുമായിട്ടാണ് ഇതിന് ബന്ധം നോക്കിയിട്ട് ആ കവിതയുടെ പേര് അവിടെ എഴുതുക. പലപ്പോഴും ഈഫും സൺറൈസും അതുപോലെ ഡെത്ത് ദ ലെവലർ ഈ 3ആയിട്ടാണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. വിച്ച് വി ഹാവ് പ്രീവിയസ്ലി സ്റ്റഡീഡ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണെന്നാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ നമ്മൾ കമ്പാരിസണും കൂടി ചെയ്യാണ് ഇവിടെ. ബോത്ത് പോയം എക്സ്പ്ലോർ, 2 പോയം എന്ത് ചെയ്യുന്നു, കോമൺ തീമും ഇമോഷനും ഷെയർ ചെയ്യുന്നുണ്ടെന്ന് എഴുതാം. അല്ലെങ്കിൽ ബ്യൂട്ടി ഓഫ് നേച്ചർ അല്ലെ, അല്ലെങ്കിൽ സ്ട്രഗിൾ ഓഫ് ജസ്റ്റിസ്, ദ പവർ ഓഫ് ലവ്, അല്ലെങ്കിൽ ദ ഡെത്ത് ദ ലെവലർ, അല്ലെങ്കിൽ ദ മൊറാലിറ്റി ഈസ് പ്രൊഫൗണ്ട് വേ അല്ലേ. അങ്ങനെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഈ തീമുകൾ എഴുതുന്നത്. 2 കവിതകളും എന്താണ്, അതിൻ്റെ തീമിലും ഇമോഷനിലും സെയിം ആണെന്നാണ് എഴുതിയത്. അതെന്താ തീമെന്ന് നമ്മൾ എഴുതി. അപ്പോൾ കമ്പയർ കൂടി ചെയ്തിട്ട് എഴുതി. അപ്പോൾ ചെറിയ കാര്യമല്ല നമ്മൾ ചെയ്യണത്. ആ കവിതയുടെ പ്രത്യേകതകളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ പഠിച്ച കവിതയുമായി അതിനെ താരതമ്യം ചെയ്തും കൂടി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് കിടക്കുകയാണ്. പത്രം കഴിഞ്ഞു. 1, 2, 3, 4, 5ാമത്തെ പാരഗ്രാഫിലേക്ക് കിടക്കുകയാണ്. ദ പോയറ്റ് ഹാസ് യൂസ്ഡ് സെവറൽ പോയറ്റിക് ഡിവൈസസ്. കവി പലതരത്തിലുള്ള പോയറ്റിക് ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ഇൻക്ലൂഡിങ് ഏതൊക്കെയാണ് ഉൾക്കൊള്ളിച്ചത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ബ്രാക്കറ്റിൽ പറഞ്ഞുകൊണ്ടോ മെൻഷൻ എ ഫ്യൂ അല്ലെ, കുറച്ച് നമുക്ക് സൂചിപ്പിക്കാം. ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. സിമിലി, ഇമേജറി എന്ന് പറഞ്ഞാൽ എന്താ, വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, അങ്ങനെയുള്ള ഇമേജസ്. അപ്പോൾ ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ കവിതകളിലും ഇമേജറി ഉണ്ടാവും. അതിന് സിമിലി ഉണ്ട്, മെറ്റഫർ ഉണ്ട്, അലിട്രേഷൻ ഉണ്ട്, പെർസോണിഫിക്കേഷൻ ഉണ്ട്, സിംബോളിസം ഉണ്ട്. 2-3 പഠിച്ചു വെക്കുക. എന്നിട്ട് അതൊക്കെ അവിടെ എഴുതി ചേർക്കുക. ഇതൊക്കെ ഈ കവിതയിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ എഴുതുക. നിങ്ങൾ നോക്കിയിട്ട് ആ കവിതയിൽ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ എഴുതിക്കൊള്ളുകൊണ്ട് ഈ പോയറ്റിക് ഡിവൈസ് ഉണ്ട് എന്ന്. വിച്ച് എൻഹാൻസസ് ദ ബ്യൂട്ടി ആൻഡ് ഡെപ്ത് ഓഫ് ദ പോയം. ഇത് കവിതയുടെ ബ്യൂട്ടി, സൗന്ദര്യത്തെയും അല്ലെ അതിൻ്റെ ആഴത്തെയും വർദ്ധിപ്പിക്കുന്നു എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ഈ പോയറ്റിക് ഡിവൈസ് കണ്ടുപിടിക്കാൻ അറിയുന്ന കൂട്ടുകാർ അത് കണ്ടുപിടിച്ച് 100% ഉറപ്പ് വരുത്തിയിട്ട് തന്നെ എഴുതുക. അല്ലാത്തവർ ആദ്യത്തെ പറഞ്ഞ പോലെ ഇമേജറി, മെറ്റഫർ, അലിട്രേഷൻ എന്നൊക്കെ എഴുതി ചേർത്തുകൊണ്ട്. കാരണം ഇമേജറിയും മെറ്റഫറും അലിട്രേഷനും ഒക്കെ ഒട്ടുമിക്ക എല്ലാ പോയത്തിലും ഉണ്ടാവും എന്നുള്ളതാണ്. These elements make the poem more expressive and engaging for the readers. ഈ എലമെൻറ്റുകൾ, ഈ പോയറ്റിക് ഡിവൈസുകളായ എലമെൻറ്റുകൾ കവിതയെ കൂടുതൽ റീഡേഴ്സുമായിട്ട് എൻഗേജ് ചെയ്യിച്ചു. റീഡേഴ്സിന് വളരെയധികം മീനിങ് എക്സ്പ്രസീവായി തോന്നി എന്നാണ്. ഇനി നമ്മൾ ഈ പോയത്തെ അടുത്ത പാരഗ്രാഫിലേക്ക് കിടക്കുകയാണ്. 6 കഴിഞ്ഞു, 7ാമത്തേലേക്ക് കിടക്കുകയാണ്. ദ ലാംഗ്വേജ് ഓഫ് ദ പോയം. ഈ കവിതയുടെ ഭാഷയുടെ പ്രത്യേകത എന്താണ്? നമുക്ക് എഴുതാം സിമ്പിൾ ലാംഗ്വേജ് ആണ്, കോംപ്ലക്സ് ലാംഗ്വേജ് ആണ്, റിച്ച് ഇൻ ഇമേജറി, ഏതെങ്കിലും ഒന്ന് എഴുതാം. അപ്പോൾ ദ ലാംഗ്വേജ് ഓഫ് ദ പോയം ഈസ് സിമ്പിൾ എന്ന് എഴുതാം. വിച്ച് മേക്ക് ഇറ്റ്, ആ ലാംഗ്വേജ് എന്താക്കി, ഈസി ടു അണ്ടർസ്റ്റാൻഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് എന്ന് എഴുതാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. യെറ്റ് ഡീപ്ലി തോട്ട് പ്രൊവോക്കിംഗ്, എങ്കിലും ഇത് ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതാണ്. ദ പോയറ്റ് യൂസ് ഓഫ് ലിറ്റററി ഡിവൈസ്. കവി എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? ലിറ്റററി ഡിവൈസ് ഉപയോഗിച്ചിട്ടുണ്ട്, ടോൺ ഉപയോഗിച്ചിട്ടുണ്ട്, സ്റ്റൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. മേക്ക് ദ പോയം ഹൈലി എഫക്റ്റീവ് ഇൻ ദ കൺവേയിങ് ഇറ്റ്സ് സെൻട്രൽ ഐഡിയാസ് എന്ന് പറഞ്ഞു. 7 പാരഗ്രാഫ് കഴിഞ്ഞു. ആ 8ാമത്തെ പാരഗ്രാഫിൽ കിടക്കുകയാണ്. അപ്പോൾ ഒരു 8 മാർക്കിൻ്റെ ചോദ്യം സാധാരണ 5 പാരഗ്രാഫാണ് മിനിമം. മാക്സിമം എത്രയാണ്? 8 പാരഗ്രാഫ്. 5 to 8 പാരഗ്രാഫ് എഴുതണമെന്നാണ്. നമ്മളിവിടെ 8 പാരഗ്രാഫ് എഴുതാൻ പോവാണ്. അപ്പോൾ പിന്നെ മാർക്ക് നഷ്ടപ്പെടുമോ? നഷ്ടപ്പെടില്ല. 1 മാർക്ക് പോലും ഇതൊന്നും പോവില്ല. 8ാമത്തെ പാരഗ്രാഫിലേക്ക് കടന്നു. നോക്കൂ,
ലാസ്റ്റ് കൺക്ലൂഷനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്രീസിയേഷൻ്റെ. ഓവറോൾ ദ പോയം ലീവ്സ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓൺ ദ റീഡേഴ്സ്. അല്ലേ, ആകെ തുകയായിട്ട് നമുക്ക് നോക്കിയാൽ ഈ കവിത റീഡേഴ്സിൻ്റെ ഉള്ളിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത എന്നും നിലനിൽക്കുന്ന ഒരു ഇംപ്രഷൻ നിലനിർത്തും. ഇറ്റ് ഇൻസ്പയർ മീ ടു തിങ്ക് ഡീപ്ലി അബൌട്ട്. ഇത് എന്നെ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്തിനെ ചിന്തിപ്പിക്കാൻ എന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് എഴുതുക. നോക്കൂ, ദ മെയിൻ ലെസൺ അല്ലെങ്കിൽ മെസ്സേജ് ഓഫ് ദ പോയം, പോയത്തിൻ്റെ കവിതയെക്കുറിച്ച് അല്ലെങ്കിൽ പോയം നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ള ഐഡിയയെക്കുറിച്ച്. അതെന്താവാം? അപ്രീഷിയേറ്റിംഗ് നേച്ചർ, പ്രകൃതിയെ ആസ്വാദനത്തെക്കുറിച്ചായിരിക്കും, വാല്യൂ ഓഫ് ലവ് ആയിരിക്കും, ഇമ്പോർട്ടൻസ് ഓഫ് ഹോപ്പ് ആയിരിക്കും. അപ്പോൾ എന്താണ്, ചിലപ്പോൾ അത് എന്തായിരിക്കും, ഡെത്തിനെ കുറിച്ചായിരിക്കും, അങ്ങനെയൊക്കെ ചോദിക്കാം അല്ലേ. അപ്പോൾ അതെന്താണെന്ന് അവിടെ എഴുതുക. ആ തീം തന്നെയാണ് അവിടെ വീണ്ടും നമുക്ക് എഴുതേണ്ടി വരുന്നത്. മുകളിൽ പറഞ്ഞിട്ടുള്ള അതേ തീം തന്നെയാണ് ഇവിടെ എഴുതുക. കാരണം കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ആകെ തുകയാണ്. ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചതിൻ്റെയൊക്കെ ചുരുക്കമാണ് കൺക്ലൂഷനിൽ വരിക. അപ്പോൾ ഈ കവിതയിൽ നിന്ന് നമുക്ക് ആ കണ്ടന്റ് തന്നെ, ആ തീം തന്നെയാണ് നമ്മളെ ആഴത്തിൽ ടച്ച് ചെയ്തു എന്ന് പറയുന്നത്. The poet has successfully created a beautiful literary piece that resonate readers all ages എന്നാണ്. ഏതൊരു പ്രായക്കാരനായ വായനക്കാരനെയും ചിന്തിപ്പിക്കുകയും ഇല്ലേ, അവൻ്റെ കാതുകളിൽ ആവർത്തിച്ച് മുഴങ്ങുകയും ചെയ്യുന്ന ഒരു മനോഹരമായ കവിതയായിരുന്നു ഇത് എന്ന് പറഞ്ഞ് നമ്മളിതിനെ കൺക്ലൂഡ് ചെയ്തു. അപ്പോൾ 8 മാർക്ക് ഷുവറായിട്ട് നമുക്ക് ഉറപ്പിക്കാം, 100% ഉറപ്പിക്കാം. കാരണം എല്ലാ ചോദ്യപേപ്പറിലുമാണ് പോയം അപ്രീസിയേഷൻ ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. നിങ്ങളിത് പഠിച്ചു വെച്ചോളൂ, 8 മാർക്ക് നിങ്ങളുടെ കൈകളിൽ ഭദ്രമാണ്. അപ്പോൾ കൂട്ടുകാരെ, ഈ വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 8 മാർക്ക് സ്വന്തമാക്കാൻ കഴിയട്ടെ. നല്ല മാർക്കോട് കൂടി ഇംഗ്ലീഷ് പരീക്ഷ പാസ്സാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താനും ലൈക്ക് രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു ട്രിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.